ഹലോ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. എവിടുന്ന് വന്ന് നോക്കിക്കേ. ലെറ്റ് ദി എലിപ്സ് E1 x square by s square plus y square by b square is equal to 1 where a is greater than b. നോക്കടാ, x denominator is more than y denominator, which means it's a horizontal ellipse. And E2 is x square by capital A square plus y square by capital B square is equal to 1 where capital A is less than capital B, which means it's a vertical ellipse. And these two ellipses having the same eccentricity, and it is given to be 1 by root 3. Let the product of their length of latus rectum be 32 by root 3. And the distance between the foci of E1 is 4. E1 indiana parayunnathu. If E1 and E2 meets at ABCD, then the area of the quadrilateral ABCD. നമുക്കറിയാം, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്, അതാണ് E1. ഒരു വെർട്ടിക്കൽ എലിപ്സ് ആണ് E2 ആണ്. ഈ രണ്ട് എലിപ്സുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സുകളാണ് ഇത്. ഈ പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രിലേറ്ററൽ കിട്ടും. ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് രണ്ട് എലിപ്സുകളാണുള്ളത്. ഒന്ന് E1 ഒന്ന് E2 ആണ്. ക്യാപിറ്റൽ E1ൻ്റെ എസെൻട്രിസിറ്റിയിൽ ഞാൻ എങ്ങനെ എഴുതുന്നു? സ്മോൾ E1 എന്ന് എഴുതുന്നു. ക്യാപിറ്റൽ E2 എൻ്റെ എസെൻട്രിസിറ്റിനെ ഞാൻ E2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by root 3 ആണ്. ഓക്കെ മക്കളെ, 1 by root 3 ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് ഇൻഫർമേഷൻ എന്താ നോക്കിക്കേ. പ്രൊഡക്റ്റ് ഓഫ് ദർ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇപ്പോൾ രണ്ടിൻ്റെയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല അറിയണം, അത് തന്നിട്ടുണ്ട്. ഓൾസോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ ഓഫ് E1 B4. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ ഓഫ് E1 എന്ന് പറഞ്ഞാൽ നോക്കൂ, എലിപ്സ് E1 എന്ന് പറയുന്ന എലിപ്സ് നോക്കിക്കേ, അതിൻ്റെ ഇക്വേഷൻ നോക്ക്. അതിൽ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോസൈ എന്ന് പറഞ്ഞാൽ 2AE1 ആണ്. ദാറ്റ് ഈസ് ഗിവൻ ടു ബി 4. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. ഇനി E1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സോ A ഇൻറ്റു E1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 by root 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ A ഈസ് ഈക്വൽ ടു 2 root 3 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12 എന്ന് കിട്ടി. അപ്പോൾ A സ്ക്വയർ നമുക്ക് കിട്ടി. നമുക്കറിയാം എസെൻട്രിസിറ്റിയും അതുപോലെ എയും ബിയും ഒക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് അറിയാം. സി E1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നടാ എലിപ്സിൽ 1 മൈനസ് ബി സ്ക്വയർ ബൈ എ ആണ്. സോ E1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ E1 ഓൾറെഡി അറിയാം 1 by root 3 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 by 3. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, ബൈ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 root 3 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് നോക്കിക്കേ. ബി സ്ക്വയർ അല്ലേ, 1 മൈനസ് ബി സ്ക്വയർ ബൈ എ തന്നെയല്ലേടാ ഫോർമുല. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ ബൈ എ, റൈറ്റ്? സോ 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ടല്ലേ. യെസ്, 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. സോ എ സ്ക്വയർ ഈസ് 12 ആണ്. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ എന്താ കിട്ടടാ? ബി സ്ക്വയർ ബൈ 12 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 മൈനസ് 1 by 3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by 3. 3യും 12യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 കിട്ടും. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 എന്നാണ് കിട്ടുക. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് E1 എന്ന് പറയുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, അത് 12 ആണ്, എലിപ്സ് അല്ലേ. സോ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ദാറ്റ് ഇസ് 8, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്കറിയാം രണ്ട് എലിപ്സിൻ്റെയും എന്താണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്തുകളുടെ പ്രൊഡക്റ്റ് 32 by root 3 ആണ്. അപ്പോൾ E1 എന്ന് പറയുന്ന എലിപ്സിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്, E1 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റസ് എ ബി ഉള്ള എലിപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ ബൈ എ ആണ്. ഓക്കെ, 2b സ്ക്വയർ ബൈ എ ആണ്. ഇൻറ്റു നമ്മൾ ക്യാപിറ്റൽ E2 ഇതിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? E2ൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്. അപ്പോൾ E2 എന്ന് പറയുന്ന എലിപ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എയും ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അതൊരു വെർട്ടിക്കൽ എലിപ്സ് ആണ്. വെർട്ടിക്കൽ എലിപ്സ് എന്ന് പറയുമ്പോൾ അതിന് മേജർ ആക്സിസ് എല്ലാം ഏതാ വരിക നിങ്ങൾക്ക് അറിയാമല്ലോ, വൈ ആക്സിൽ വരും. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 ക്യാപിറ്റൽ എ സ്ക്വയർ ബൈ ബി ആണ്. ദിസ് പ്രോഡക്റ്റ് ഈസ് ഗിവൻ ടു ബി 32 by root 3 അല്ലേ. യെസ്, 32 by root 3 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3 root 2 അല്ലേ, അല്ല സോറി 2 root 3 ആണ്. 2 root 3 ആണ്. ഇൻറ്റു 2 ഇൻറ്റു ക്യാപിറ്റൽ എ സ്ക്വയർ ബൈ ബി
is equal to 32 by root 3 ആണ്. So we can cancel root 3, 2 we can cancel 8, 32 we can cancel, we get 4. And this 4 and 2 also we can cancel 2. So we are getting a square is equal to 2b. And what we are getting, a square is equal to 2b എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. a square is equal to 2b എന്ന് കിട്ടിയിട്ടുണ്ട്. So we can use the formula e2 square is equal to 1 minus എടാ ഹൊറിസോണ്ടൽ എലിപ്സിൽ ഇയും എയും ബിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഇ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുക 1 മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. ബിക്കോസ് ദർ ഈസ് സംതിങ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് എ വെർട്ടിക്കൽ എലിപ്സ്. സോ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് 1/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2b ആണ്. 2b ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. സോ വൺ ഓഫ് ദ ബി വി ക്യാൻ ക്യാൻസൽ. സോ 2/b is equal to 1 minus 2/b is equal to 1 minus 1/3. That's equal to 2/3. 2 will cancel. So b is equal to 3 എന്ന് കിട്ടി. Therefore a square is equal to 2 into b ആണ്. That is 2 into 3, that is 6. a square equal എന്ത് കിട്ടും ഇവിടെ 2b അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, 2 into 3 is equal to 6 എന്ന് കിട്ടി. So a square is equal എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് e2 എന്താണ്, ഇക്വേഷൻ ഓഫ് e2 will be x square by capital A square. Capital A square is 6 plus y square by capital B square, that is 9, is equal to 1. And this is our equation number 2 and this is our equation number 1. And you have to solve these two ellipses, you will get the point of intersection. You will get 4 points. So solve 1 and 2. And നിങ്ങൾ solve ചെയ്യണം, ഞാൻ solve ചെയ്യുന്നില്ല. Solve 1 and 2. So we get the point as, I say x comma y as എങ്ങനെ കിട്ടുക, എക്സ് കോമ വൈ ആസ് നോക്കണേ, √6/√5 ആയിരിക്കും ഒരു പോയിന്റ്, മറ്റതും √6/√5 ആണ്. ഒന്ന് 2 പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം, നിങ്ങൾ ഓരോന്നോരോന്നേരം കിട്ടും. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് വരും. ഓക്കെ, പിന്നൊന്ന് √6/√5 നെഗറ്റീവ്, ദെൻ നെക്സ്റ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് ബോത്ത് നെഗറ്റീവ്. √6/√5 negative and the next one also negative, √6/√5. See here all the coordinates are same but different signs, which means these all coordinates are representing the vertices of a rectangle. So area of rectangle is equal to, you can find the length into breadth and you will get the answer as 24√6/5. 24√6/5. That will be the final answer that you can solve. 4 vertices ആണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ അറിയാലോ. You will get the answer. So 24√6/5 is the final answer. 24√6/5. 24√6/5 means 4th option is correct. Okay അല്ലേ മക്കളെ? Yes. 4th option is correct കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല, ബട്ട് ലിറ്റിൽ ലെങ്ത് ആണ്, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ.